മധു മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് മധുവിൻ്റെ അടുത്ത്. ഒരു മരിപ്പിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാണ്. അയാൾ ആരും ഇല്ലാത്തവനെ പോലെയാണ്. മരിക്കുമ്പോൾ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. മക്കളൊക്കെ ഉണ്ടായിട്ടും അവരോട് മകൾ വേറെ കല്യാണം കഴിച്ചു പ്രണയിച്ചിട്ട്. അതുകൊണ്ട് ഇയാൾ അതിനെതിരായിരുന്നു. അതുകൊണ്ട് മരിക്കുമ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടതും മധുവിന് ആകെ വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സച്ചിയും രേവതിയും ശ്രീകാന്തും കൂടെ വർഷയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. പോയിട്ട് ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, ഭാരമുള്ളതൊന്നും എടുക്കണം, നന്നായി ഭക്ഷണം കഴിക്കണം, ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ചന്ദ്രമതി ഭാമയുടെ വീട്ടിൽ പോയിട്ട് വീട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വർഷ പ്രഗ്നൻ്റാണ്. രവിയേട്ടൻ്റെ അമ്മ കൊടുക്കുന്ന സമ്മാനം അവർക്കായിരിക്കും കിട്ടുക. എനിക്കാണെങ്കിൽ ശ്രുതിക്ക് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവരിവിടെ സംസാരിക്കുമ്പോൾ ഭാമയുടെ വീട്ടിൻ്റെ പുറത്ത് ശ്രുതി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. ചന്ദ്രമതി പുറത്തേക്ക് വരുമ്പോൾ ശ്രുതി മെല്ലെ ഒളിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് പോയ ശേഷം ഭാമയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം ഞാൻ കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഏലസിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏലസ് അഴിച്ചു മാറ്റി എന്നാണ് ചന്ദ്രമതി പറഞ്ഞത്. ശ്രുതി അവളുടെ ഫ്രണ്ട് മീരയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, വർഷ പ്രഗ്നൻ്റാണ്, മുത്തശ്ശി കൊടുക്കാമെന്ന് പറഞ്ഞ ഗിഫ്റ്റ് അവർക്കായിരിക്കും കിട്ടുക. ഇനി എനിക്ക് ആ വീട്ടിൽ കയറി പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് അവൾ തന്നെ ഒരു തീരുമാനം അതിനെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവർ വേഗം എന്നെ കൂട്ടിയിട്ട് പോകും. കാരണം ഞാനാണ് ഫസ്റ്റ് പ്രസവിക്കുന്നത് പറഞ്ഞാൽ എനിക്കായിരിക്കും സമ്മാനം കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം മീര ചോദിക്കുന്നുണ്ട്, നീ പ്രഗ്നൻ്റ് അല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ വീട്ടിൽ നിന്ന് പിന്നെയും അടിച്ച് പുറത്താക്കില്ലേ, അപ്പോൾ ഇനി എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് ആ വീട്ടിൽ കയറി പറ്റിയ ശേഷം 2-3 ആഴ്ച കഴിഞ്ഞതും അബോർഷനായി എന്ന് എന്തെങ്കിലും ഒരു കള്ളം പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മഹിമ മധുവിൻ്റെ അടുത്ത് വർഷയുടെ വീട്ടിൽ പോയി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചു, പക്ഷേ അവൾ വന്നില്ല. ഇവിടെ എപ്പം നോക്കിയാലും വഴക്കല്ലേ, അതുകൊണ്ട് നീ വീട്ടിലിരിക്കണ്ട, നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൾ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മധുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് കേട്ടതും മധു പറയുന്നുണ്ട്, ഇനി നീ ആ വീട്ടിൽ പോയിട്ട് കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കണ്ട, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം നീ അറിയും എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടതും മഹിമ പറയുന്നുണ്ട്, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മധുവേട്ടൻ, ഇപ്പം എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.